മാർക്കോ, പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോ നിന്നെയാണല്ലോ കണ്ടത്. എന്താ സാറേ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അത് പിന്നെ സാഗറിന്റെ കാര്യം നീ അറിഞ്ഞല്ലോ. കണ്ണൻ അയാളുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിലോ ഫിനാൻസിയേഴ്സിലോ ജോലി കൊടുക്കാൻ പോവുക. അപ്പൊ പിന്നെ ഇവിടെ ഒരു ഡ്രൈവറുടെ വേക്കൻസി ഉണ്ടാവും. സാറേ, സാറിന്റെ ഡ്രൈവർ ആവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതിനു മുമ്പ് ഞാനത് പറഞ്ഞതല്ലേ. പക്ഷേ നിനക്ക് തിരക്കല്ലേ. എന്റെ കാര്യം സാറിന് അറിയാലോ. അല്ല, അങ്ങനെ തിരക്ക് വരുന്ന സമയത്ത് ലോപ്പസ് വരും സാറിന്റെ ഡ്രൈവറായിട്ട്. അതല്ല, ഞങ്ങൾ രണ്ടുപേർക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ മറ്റാരെങ്കിലും വിട്ടോളാം സാറേ. നിന്റെ വാക്ക് എനിക്ക് വിശ്വാസമോ മാർക്കോ? എന്നാ പിന്നെ നാളെ മുതൽ നീ ഇങ്ങോട്ട് പോര്. ഇപ്പോ കണ്ണൻ സാറിന്റെ സ്ഥാപനത്തില് സാഗറിനെ പോലൊരാള് ആവശ്യമാണ് സാറേ. അത് അവനും കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും നല്ലതാ. അതൊക്കെ ആലോചിച്ചിട്ടാണ് അവനോട് പൊയ്ക്കോളാൻ ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ ചില മഹാന്മാരൊക്കെ കിടപ്പുണ്ടല്ലോ, അവരെ കാണാനും കൂടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അവരൊക്കെ പോയി. ആ മേഘനിപ്പോ എങ്ങനെയുണ്ട്? അവനിപ്പോ പരസഹായത്തോടെ നടക്കുന്നുണ്ട്. അവൻ സംസാരിച്ചു തുടങ്ങിയോ? ഇല്ല, അതിനും ഉടനെ കഴിയുമെന്നാ തോന്നുന്നത്. അവനെയാണ് സാറേ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അവൻ പഴയ ആരോഗ്യം വീണ്ടെടുത്താലേ കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കൊക്കെ ശല്യം തുടങ്ങും. എന്തായാലും ഇങ്ങനൊരു വാർത്ത ഇറങ്ങിയ സ്ഥിതിക്ക് അവനെ ഒന്ന് പോയി കാണണം. മറ്റവനും നടന്നു തുടങ്ങിയല്ലേ ഉണ്ണി. ആ, പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. കുറച്ചു ദിവസത്തിനുള്ളിൽ അവന് നടക്കാൻ കഴിയുമെന്നാ വിശ്വാസം. മരണത്തെ മുഖാമുഖം കണ്ടവരാ ഈ പറഞ്ഞ മേഘനും അവന്റെ അച്ഛനും ഒക്കെ. അതുപോലെ തന്നെ ഉണ്ണിയും പ്രതാപനും. എന്നിട്ടും അവരൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്പത്തിന് അങ്ങനെ ഒരു മാസ്മരിക ശക്തിയുണ്ട് മാർക്കോ. അതാഗ്രഹിച്ചവർക്ക് അത് കിട്ടാതെ ഒരു മാറ്റവും ഉണ്ടാകില്ല. എത്ര മേല് നൊന്താലും കൈയും കാലും ഒടിഞ്ഞാലും അവരതിന്റെ പിന്നാലെ പോകും. ഞാൻ ഏതായാലും ആ വാമദേവനെ മേഘനാഥനെ ഒന്ന് കാണട്ടെ. രണ്ടെണ്ണത്തെ ഒന്ന് വിരട്ടി നിർത്തേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമാണ്. ആരാ മോളെ? അറിയത്തില്ലമ്മേ, ആരും കാണുന്നില്ല. എന്നാ പെട്ടെന്ന് വാതിലടച്ചോ. ആരാ എന്താന്നൊന്നും പറയാൻ പറ്റില്ല. അച്ഛനും മോനും തോമസ് സാറിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിന്ന് കേട്ടു. എവിടെയാണ് എന്റെ മോൻ? മുകളിലുണ്ട്. അവനൊന്നും ചെയ്യരുത്. കാല് വയ്യാത്തവൻ മുകളിലാണ് കിടക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലെത്താനുള്ള ആരോഗ്യമൊക്കെ അവനായോ? മേഘേട്ടന് തീരെ വയ്യ. ഏട്ടനെ ഒന്നും ചെയ്യരുത്. അവൻ മുക്കലും മുള്ളലൊക്കെ തുടങ്ങിയെന്ന് കേട്ടായിരുന്നു. സംസാരിച്ചു തുടങ്ങിയോ? ഇല്ല. ഇപ്പം മറ്റുള്ളവരുടെ സഹായത്തോടെ നടക്കുന്നവൻ ഉടനെ പരസഹായമില്ലാതെ നടക്കുമെന്ന് തോമസ് സാറ് പറഞ്ഞല്ലോ. മരുന്നൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് മോനെ. അതുകൊണ്ട് സംസാരിക്കാനും നടക്കാനും ഒക്കെ പറ്റുമെന്നാ തോന്നുന്നു. അവന് സംസാരശേഷിയും കാലിന് ചലനശേഷിയും കിട്ടിയിട്ട് എന്താ പ്രയോജനം? ചേട്ടനിനി പഴയ മേഘേട്ടനാവില്ല. അത് നീ പറഞ്ഞാ പറ്റില്ലല്ലോ കൊച്ചേ. അവൻ തന്നെ അത് ഉറപ്പിക്കണ്ടേ. വാമദേവന്റെ മോനല്ലേ, അവൻ ഒരിക്കലും നന്നാവാൻ പറ്റില്ല. ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും. എന്തായാലും ഞാൻ അവനൊന്ന് കാണട്ടെ. അയ്യോ അയ്യോ, എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ. അല്ലെങ്കിലും തളർന്നു കിടക്കുന്നവനെ ഞാൻ ഒന്നും ചെയ്യില്ല. അവന്റെ അച്ഛൻ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ആ,
അപ്പൊ രണ്ടുപേരെയും കണ്ടിട്ട് ഞാനങ്ങ് പൊക്കോളാം. മോന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? അയ്യോ, കുടിക്കാൻ എന്ത് തന്നാലും അതിനകത്ത് എന്നെ കൊല്ലാനുള്ള വിഷം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തൽക്കാലം അത്തരത്തിലുള്ള മര്യാദകളൊന്നും കാണിക്കണ്ട. ഞാൻ അവനെ കണ്ടിട്ട് പൊക്കോളാം. അയ്യോ. അമ്മ, മേഘേട്ടന് മോളും കൂടെ വാ. നമ്മൾ പോയി കരഞ്ഞ് കാല് പിടിച്ച അവനൊന്നും ചെയ്യത്തില്ലായിരിക്കും. ഞാൻ വരുന്നില്ല. എനിക്ക് പേടിയാ കാട്ടാളിനെ. വാമേട്ടനോട് പോയി പറയട്ടെ വീട്ടിനകത്ത് പുലി കയറിയെന്ന്. നിനക്ക് പുരോഗതി ഉണ്ടെന്ന് അറിഞ്ഞടാ. അതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ. നീ ഉടനെ എഴുന്നേറ്റ് നടക്കുന്നാ തോമസ് സാറ് പറഞ്ഞത്. അങ്ങനെ നടക്കുമ്പോ അത് നല്ല നടപ്പായിരിക്കണം. നടത്തം തെറ്റിപ്പോയാ നിന്റെ നെഞ്ച് തുരക്കും ഞാൻ. അയ്യോ അയ്യോ മാർക്കോ മാർക്കോ മോനെ. മാർക്കോ മോനെ മാർക്കോ അവനൊന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ, ചെയ്യല്ലേ മോനെ, ചെയ്യല്ലേ മോനെ. വേണ്ട മോനെ. കാലെടുക്ക്. ഞങ്ങളിനി ഒരു തെറ്റും ചെയ്യത്തില്ല മോനെ. മോനെ ഞാനൊരു കാര്യം പറഞ്ഞാലേ അതിന് മാറ്റം ഉണ്ടാവില്ല. ഇവനൊന്നും ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിച്ചതുപോലെ ഇവനോട് ഞാൻ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. അതിനെന്തെങ്കിലും വ്യത്യാസം വന്നാ ദേ ഇവന്റെ ചങ്ക് തുറന്നിട്ട് വെട്ടി കണ്ടിച്ച് രണ്ടിന്റെ മുന്നിലിട്ട് തരും ഞാൻ. കുറെ മാസങ്ങളായിട്ട് ഇതേ കിടപ്പ് കിടക്കുകയല്ലേ മോനെ. അതുകൊണ്ട് ഇനി അവൻ പഴയതുപോലെ ആരും ഒന്നും ചെയ്യത്തില്ല. കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. ഓ ഓ ആ 3 പേർക്കും ഇവനെ കൊണ്ടൊരു ശല്യം ഉണ്ടാവരുത്. ഉണ്ടാവില്ല മാർക്കോ. അതുപോലെ തന്നെ ഇവൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെയിട്ട് വട്ടം കറക്കിയ മഞ്ജുവിനെ ഇന്ന് സ്നേഹിക്കാൻ അറിയാവുന്ന സാഗറിനെ പോലൊരു ചെറുപ്പക്കാരനാ പോറ്റുന്നത്. അവരുടെ മേലുള്ള നോട്ടവും വേണ്ടാന്ന് അച്ഛനും അമ്മയും മോനോട് പറഞ്ഞേക്ക്. ഓ ഓ നോട്ടം തെറ്റിയ ഡാ അവിടെ നീ പുകയായെന്ന് കൂട്ടിക്കോ. അതൊക്കെ ഇവന് നന്നായിട്ട് അറിയാം മോനെ. അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ആരോഗ്യം തിരിച്ചു കിട്ടുമ്പോ, ജീവിതം തിരിച്ചു കിട്ടുമ്പോ മറ്റുള്ളവരുടെ ജീവന് വേണ്ടി പരക്കം പായുന്നതാ ഇവന്റെ സ്വഭാവം. ഇവന്റെ മാത്രമല്ല മാമാ നിന്റെയും. അത് അച്ഛനും മോനും അവസാനിപ്പിച്ചോ. അമ്മയും അതിനുവേണ്ട ഉപദേശങ്ങൾ കൊടുത്തേക്ക്. നിനക്കും പ്രതാപനും നിന്റെ ഈ മോനും ഒക്കെ ആയുസ് തിരിച്ചു തന്നിട്ടേ ഞാനിതുവരെ വിട്ടിട്ടുള്ളൂ. ഇനി പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും അവരുടെ കുഞ്ഞിനും അതുപോലെ തന്നെ മഞ്ജുവിനും സാഗറിനും ഒക്കെ നീയൊക്കെ ശല്യമായ, നിന്നെ കൊണ്ട് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായ പിന്നെ പറച്ചിലൊന്നുമില്ല. അച്ഛനെയും മോനെയും വെട്ടിമൂടാൻ നീ പിന്നെ നിന്റെ പറമ്പില് രണ്ടുപേരുടെ സ്ഥലം ഒഴിച്ചിട്ടാ മതി. മനസ്സിലായോടാ? അയ്യോ എന്റെ മോളവിടെ ഒറ്റയ്ക്കാ. ഇനി അവളെ അവൻ വല്ലതും ചെയ്യുമോ എന്തോ. അവൻ അങ്ങനെ പെൺകുട്ടികളെ ഒന്നും ചെയ്യില്ല. അവനെ പറ്റി അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ട്. പക്ഷെ ആ ഉറപ്പ് എനിക്കോ നിങ്ങൾക്കോ ഇവനെ പറ്റിയില്ല. അതുകൊണ്ടാ നമുക്ക് ഈ ഗതി വന്നത്. മോനെ മേഘ, അവൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ആ പറച്ചില് കാലം എന്ന് പറയുന്ന പോലെയാ. അത് നീ മനസ്സ് വെച്ചോ. എന്താ ഭാവി നോക്കുന്നേ? എന്താ എന്തിട കണ്ണ? എന്തേ ഒന്ന് ആലോചിച്ച് നോക്കിയ കണ്ണേട്ടാ.
ഏട്ടത്തി അന്ന് വിഷം കലർന്ന ഭക്ഷണം കഴിച്ചതുകൊണ്ടാ മോളുടെ കഴുത്തിൽ ഈ കറുത്ത പാട് വന്നത്. അതുകൊണ്ടിപ്പോ എന്താ കുഴപ്പം? ആ കറുപ്പ് കണ്ടിട്ടാ മോൾക്ക് നീലാംബരി എന്ന് പേരിട്ടത്. ഓ, അതുകൊണ്ട് വിഷം ഉള്ളിൽ ചെന്നത് കുഴപ്പമില്ലാന്ന്. അങ്ങനൊക്കെ സംഭവിച്ചെങ്കിലും കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ. ഈ പേരിട്ട അമ്മയെ പിന്നെ കാണാൻ പറ്റിയില്ലല്ലോ കണ്ണേട്ടാ. കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോയി ആ അമ്മയെ കാണിക്കാനും പറ്റിയില്ല. അല്ല, അതെങ്ങനെ പറ്റാനാ? നമ്മൾ ഒരുമിച്ച് പോയാ ആ അമ്മ നമ്മുടെ മുമ്പിലേക്ക് വരില്ലല്ലോ. വന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ കണ്ണേട്ടാ. ആ അമ്മയെ കൊണ്ട് ഗുണമല്ലാതെ ഏട്ടനും ഏട്ടത്തിക്കും ദോഷമൊന്നുമില്ലല്ലോ. ദോഷമില്ലാന്ന് മാത്രമല്ല, പലപ്പോഴും ഞങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ അമ്മയാ. എന്തിതാ അപ്പോ അയ്യപ്പൻ മാത്രമല്ല, ഏതൊരു വൃത്തികെട്ട വല്യമ്മയും ഈ നാശങ്ങളെ സഹായിക്കാനുണ്ട്. വാവേ, ഇത് എന്തിനാ? നോക്കി, ഇതെന്താ? മോളു, അയ്യോ, അന്ന് വീട്ടിൽ വന്നപ്പോഴും കുഞ്ഞിനെ എടുക്കാൻ സമ്മതിച്ചില്ല. മോളെ ഞാനൊന്ന് എടുത്തോട്ടെ? വേണ്ട, നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക്. അവള് കുഞ്ഞിനെ എടുക്കാൻ വന്നിരിക്കുന്നു. അവളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കല്ലേ. ഇവളുടെ കയ്യിലൊന്നല്ല, അമ്മയുടെ കയ്യിലും തരുന്നില്ല. ഈ മോള് ഏട്ടത്തിയുടെ വയറ്റിലുള്ളപ്പോഴാ ഇവള് സ്റ്റെപ്പിന്ന് ഏട്ടത്തിയെ തള്ളി താഴെ ഇട്ടത്. അങ്ങനെയുള്ള ഇവള് കുഞ്ഞിനെ എടുത്തോണ്ട് പോയിട്ട് ടെറസിന്റെ മോളിൽ നിന്ന് താഴെ ഇടില്ലെന്ന് ആര് കണ്ടു? അതിനുള്ള മനസ്സൊക്കെ ഇവൾക്കുണ്ട്. നമ്മുടെ മുമ്പിൽ വെച്ച് എന്തായാലും ഇവള് കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് കുഞ്ഞിനെ കൊടുക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല. ഞാൻ കൊടുക്കില്ല, കൊടുക്കാൻ സമ്മതിക്കത്തുമില്ല. ഇവൾക്കുടനെ ഒരു കുഞ്ഞ് ജനിക്കുമല്ലോ, അപ്പൊ ഇവള് ഇഷ്ടം പോലെ എടുത്തോണ്ട് നടന്നോട്ടെ. ജീവിതകാലം മുഴുവൻ ഒരാൾക്ക് ഒരേ സ്വഭാവം ആയിരിക്കില്ല മഞ്ജു. നീയും അമ്മയും ഒരു സമയത്ത് തെറ്റ് ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നവരാ. അങ്ങനെയുള്ള നിങ്ങൾ രണ്ടാളും തന്നെയാ ഇപ്പോ എന്നെ എല്ലാത്തിനും അകറ്റി നിർത്തുന്നത്. സാരല്ല, നാളെ എല്ലാവർക്കും മനസ്സിലായിക്കോളും ഈ പറഞ്ഞതൊക്കെ തെറ്റായി പോയെന്ന്. പ്രതാപന്റെ മോളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അമ്മയും വിശ്വസിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. എന്നെ വിശ്വസിക്കണ്ട. പക്ഷേ മോളുടെ അച്ഛനെ കൊന്ന കൊലയാളികളോടും ആ പ്രതാപന്റെ മോളോടും ഞാൻ എന്തായാലും ക്ഷമിക്കില്ല. അതിനെന്നെ കൊണ്ട് കഴിയത്തുമില്ല. കണ്ണേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ മുന്നിൽ വെച്ച് കുഞ്ഞിനെ അവളൊന്ന് എടുത്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല മഞ്ജു. ഇനി അവളുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഓർത്ത് പിന്നെ ഒരു കുറ്റബോധമൊക്കെ തോന്നും. എനിക്ക് ഒരു കുറ്റബോധവും തോന്നില്ല. കാരണം അത്രത്തോളം ചതി അവളും അവളുടെ മുത്തശ്ശിയും കൂടെ ചെയ്തു കഴിഞ്ഞു. അതൊക്കെ ആലോചിച്ചു കഴിഞ്ഞ അവളോടൊക്കെ ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കേണ്ടത്. മോളിതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ട് കിടക്കുക. ആണോടാ, ആണോടാ ബാബി? ഏട്ടത്തി, കരുണയ്ക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലേ ഈ വീടിനകത്ത് വീണ്ടും ഒരു മത്സരം നടക്കും. അവളുടെ കുഞ്ഞിനാണോ നീലമോൾക്കാണോ മിടുക്ക് കൂടുതൽ എന്നൊരു മത്സരം. അതുറപ്പാ. ഓ ഓ അത് പക്ഷേ അവളെ കൂടുതൽ അപകടകാരിയാക്കത്തേ ഉള്ളൂ. അവളുടെ അച്ഛൻ ജയിലിലേക്ക് പോകുന്നതോടെ അച്ഛന്റെ മുതൽ കണ്ടുള്ള അവളുടെ അഹങ്കാരം നിലയ്ക്ക് മോളെ. കാരണം കേസ് നടത്തി നഷ്ടപരിഹാരം നൽകി അയാൾ മുടിയും. ബാക്കിയുള്ള മുത്തശ്ശിയുടെ സ്വത്തെല്ലാം ഉണ്ണി എഴുതി വാങ്ങിക്കഴിഞ്ഞു. അത് പക്ഷെ കരുണയ്ക്കറിയില്ല. അതുകൊണ്ട് അവള് താഴെ വരും. ഇപ്പൊ കാണിക്കുന്നത് അഭിനയാണെങ്കിൽ കൂടി
അതൊക്കെ നിർത്തിയിട്ട് അവളൊരു സാധാരണ പെണ്ണാവും. അങ്ങനെ ആയേ പറ്റൂ. ഞാനിപ്പോ അഭിനയിച്ച് തകർക്കല്ലേ എല്ലാവരുടെയും മുന്നില്. അതുകൊണ്ടാ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുക്കാൻ നോക്കിയത്. അപ്പോഴെന്റെ നാത്തൂനുണ്ടല്ലോ, അവള് സമ്മതിച്ചില്ല കുഞ്ഞിനെ എടുക്കാൻ. അവളാ ലേഖയെക്കാളും കഷ്ടമാ. ഞാൻ കുഞ്ഞിനെ എടുത്തിട്ട് നിലത്തെറിയുന്ന അവളുടെ പേടി. അല്ലെങ്കിൽ തന്നെ ആ വൃത്തികെട്ട കുഞ്ഞിനെ എടുക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കഴുത്തിൽ കറുത്തൊരു മറുകുമായിട്ട് ഒരു ഐശ്വര്യമില്ലാത്ത കുഞ്ഞ. കുഞ്ഞ് കണ്ണേണ്ട പോലെ തന്നെയാണെന്നാ എല്ലാരും പറയുന്നത്. അത് വെറുതെ പറയുന്നതാ. അയാളുടെ ഒരു ഛായയില്ല. ഇത് അയാളുടെ കുഞ്ഞൊന്നും അല്ല ഉണ്ണിയേട്ടാ. ഇനി എന്തിനാടി അങ്ങനെ പറയുന്നത്? അയാളുടെ കാലിന് സ്വാധീനമുണ്ട്. അയാൾക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ അയാൾക്ക് കുഞ്ഞ് ജനിക്കില്ലേ? എന്താന്നൊന്നും എനിക്കറിയില്ല. ആ കൊച്ചിന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയാ അതിന് കണ്ണന്റെയും ലക്ഷ്മിയുടെയും ഒരു ഛായയും ഇല്ല. പിന്നെ എനിക്ക് ആ മാർക്കോയെ പോലെ തോന്നിയത്. നീ അത് ആരോട് പറയാൻ നിൽക്കണ്ട. അതെന്താ? അല്ലെങ്കിൽ തന്നെ കാലിന് സ്വാധീനം കിട്ടിക്കഴിഞ്ഞാ ഞാൻ വേറെ പണിക്ക് പോണെന്നാ കണ്ണൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും ഇനി കണ്ണനെയും ലക്ഷ്മിയെയും ആശ്രയിച്ച് ജീവിക്കാതിരിക്കുന്നതാ ഉണ്ണിയേട്ടാ നല്ലത്. ആ, നിനക്കത് പറയാം. ഇത്രയും കാലം ആർക്കും ചെലവിന് കൊടുക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. ഇനിയും അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്കും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ മാത്രം ഉണ്ണിയേട്ടൻ ചെലവിന് തന്നാ മതിയല്ലോ. അതാണല്ലോ ഏറ്റവും വലിയ ചെലവ്. ഇവിടെ ആണെങ്കിലേ അമ്മ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അതുപോരുന്ന് കഴിച്ചാൽ മതി. നീയായിട്ട് എനിക്ക് എവിടെയെങ്കിലും മാറി താമസിക്കേണ്ടി വന്നാ ഏത് നേരവും പുറത്തുനിന്നായിരിക്കുമല്ലോ ഫുഡ്. അപ്പൊ കയ്യിലെ കാശും തീരും, വയറും കേടാവും. അതിനപ്പുറം ഒരു ഗുണവും ഇല്ല. സത്യം പറയാലോ, ഉണ്ണിയേട്ടനെ പോലൊരു ഭർത്താവിനെ ശത്രുക്കൾക്ക് പോലും കിട്ടരുത്. തിരിച്ചു അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ദൂരത്തിന്റെ പര്യായമായി എന്റെ ഭാര്യയെ പോലുള്ള ഒരു പെണ്ണിനെ ആർക്കും ഭാര്യയായിട്ട് കിട്ടരുത്. എന്റെ സ്ഥിതി ഇപ്പൊ വളരെ മോശമാ. അതുകൊണ്ട് ഞാനിതിന് മറുപടി പറയുന്നില്ല. നീ പറയാനുള്ളതൊക്കെ പറഞ്ഞോ. എന്നാലും എന്റെ അഭിപ്രായം ഞാൻ മാറ്റി പറയാൻ പോകുന്നില്ല. നിന്റെ അച്ഛൻ ആർഭാടായിട്ട് നിന്റെ കല്യാണം നടത്തി. അന്ന് മുതൽ നീ എന്റെ തലയിലായി. ഇപ്പതേ അയാൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മാന്യമായിട്ട് ജയിലിലേക്ക് പോകും. പിന്നെ വേറൊരാളുണ്ട് നിന്റെ വീട്ടില്. ഏത് നേരവും മുകളിലോട്ട് പോകാനായിട്ട് ടിക്കറ്റ് എടുത്തിരിക്കുന്ന ഒരു കിളവി. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ പരാതി പറയാൻ പോലും ആരുമില്ല. ഇതുകൊണ്ടാ കുഞ്ഞിനെ കളയണമെന്ന് ഞാൻ എന്റെ അച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞത്. അതൊക്കെ നിന്റെ ഇഷ്ടം. വേണ്ട വേണ്ടെന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാ, കേട്ടില്ല രണ്ടും. പാമ്പുകൾ മനുഷ്യരെ കണ്ടാൽ അതിന്റെ പാട്ടിന് പോകത്തേ ഉള്ളൂ, അല്ലാതെ തിരിഞ്ഞു നിന്നും കൊത്തതില്ല. ഇവനെ തെരഞ്ഞു പിടിച്ച് കൊത്തിയ പോലെ ഉണ്ട്. അമ്മ ഒന്ന് ചുമ്മാതിരിക്കെ. അങ്ങനെ തെരഞ്ഞു പിടിച്ച് കൊത്താൻ എന്തുവാ? പാമ്പിന് ദേവരാജേട്ടനോട് നേരത്തെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നോ? ഇടി ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാ വരുന്നേ. ദേവരാജന്റെ അനിയനുണ്ടല്ലോ, അവനതിൽ കുറച്ച് പൈസ കൊടുത്തിട്ടാ വരുന്നേ. തൽക്കാലം 1-2 ആവശ്യങ്ങൾക്കൊക്കെ അത് തികയും. പിന്നെ നേരത്തെ 1 ലക്ഷം രൂപ കൊടുത്തോണ്ട് ബാങ്കുകാരെ പിടിച്ചു നിർത്താൻ പറ്റിയില്ലേ നിങ്ങളുടെ മോനെ? എന്നിട്ട് നിങ്ങൾ ചെയ്തതോ? ഞാൻ തന്ന പൊടി പാലിൽ കലർത്തിയെന്ന് എന്നോട് കള്ളം പറഞ്ഞു.
അയ്യോ, ഞാൻ ആ പൊടി പാലിൽ കലർത്തിയതാ സാറേ. നിങ്ങൾക്ക് ആ പൊടി മാറിപ്പോയി കാണും. അതുകൊണ്ടായിരിക്കും കുഞ്ഞിനൊന്നും സംഭവിക്കാതെ പോയത്. സാറ് കയറിയിരിക്കെ. ഓ വേണ്ട, ഇനിയിപ്പോ ഈ രാത്രി അകത്ത് കയറിയിരിക്കുന്നില്ല. പിന്നെ വന്ന സ്ഥിതിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. എന്തായാലും 1 ലക്ഷം രൂപ ദേവരാജൻ വാങ്ങിച്ചു. അതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും കിട്ടിയില്ല. അത് അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ. ഒന്നുകിൽ എനിക്ക് ആ പൈസ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ഇനി പറയുന്നത് അതേപടി അനുസരിക്കണം.